നമ്മൾ പോകുന്നത് 24-ന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് 15 ലക്ഷം രൂപയ്ക്ക്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവ് കൈമാറിയത്. ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങിയെന്നും മൊഴിയുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ശബരിമലയുടെ പേരിൽ ഏതാണ്ട് 1 കോടിയോളം രൂപയൊക്കെ പല ഘട്ടങ്ങളിലായി ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗോവർദ്ധനിൽ നിന്ന് തന്നെ എന്നതിൻ്റെയൊക്കെ വിവരങ്ങളാണോ നമുക്ക് കിട്ടുന്നത്? സ്വർണം വിറ്റ് 15 ലക്ഷം, കൂടാതെ പല പേരുകളിൽ 70 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ തുകയാണ് ഇയാൾ തട്ടിയെടുത്തത്? അനുജ, തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എത്ര രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ ഈ അനധികൃതമായിട്ട് ശബരിമലയുടെ പേര് പറഞ്ഞ് സമ്പാദിച്ചു എന്നതിന് ഇതുവരെ ഒരു കണക്കില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയതിനു പുറമെ ബെല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമയായ ഗോവർദ്ധൻ SITക്ക് മുന്നിൽ തിരുവനന്തപുരത്ത് ഹാജരായി നൽകിയ കണക്കുകളാണ് അതിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന തെളിവുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനു പുറമെ ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് 70 ലക്ഷം രൂപ, അത് ഒന്നിലധികം ആളുകളിൽ നിന്നായി 70 ലക്ഷം രൂപ വാങ്ങിയെടുത്തു എന്നും ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ്. കാരണം SITക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളെയൊക്കെ സാധൂകരിക്കുകയും ഈ കേസിൽ ഒരുപക്ഷെ മാപ്പുസാക്ഷിയാക്കി ഗോവർദ്ധനെ മാറ്റാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് SITക്ക് നേരിട്ട് ഗോവർദ്ധൻ കൈമാറിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും പങ്കും ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ വിധേയമാണ്. അത്തരത്തിലുള്ള തെളിവുകളാണ് ഗോവർദ്ധൻ കൈമാറിയത് എന്നുള്ളതാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കേസിൽ നിലവിൽ വിരമിച്ചതും സർവീസിലുള്ളതുമായ കൂടുതൽ ദേവസ്വം ബോർഡ് ജീവനക്കാരെ അടുത്ത ദിവസങ്ങളിൽ SIT ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ശബരിമലയുടെ പേര് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര രൂപ ഇതുവരെ സമ്പാദിച്ചു എന്നുള്ളതിന് ഉത്തരം തേടുന്ന SITക്ക് മുന്നിലേക്കാണ് ഗോവർദ്ധൻ ഇത്ര വലിയ തെളിവുകളുമായി എത്തിയിരിക്കുന്നത്. അനുജ, ഒപ്പം തന്നെ ഇതിൽ ഈ സ്വർണം പൂർണ്ണമായി കണ്ടെടുക്കുക എന്നുള്ളതിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ടല്ലോ. അതിനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ? അനുജ, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്രയും സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണവില എന്നതിനപ്പുറത്തേക്ക് പൗരാണികമായ സ്വർണം, ശബരിമലയിലെ സ്വർണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മൂല്യം കണക്കാക്കാൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചാണ് അതിന്റെ മൂല്യം പറയുന്നത്. പറഞ്ഞ വില, മോഹവില കൊടുത്തു വാങ്ങാൻ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരുടെയൊക്കെ കയ്യിലേക്ക് ഇതിന്റെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ കൃത്യമായ ഒരു തെളിവ് പൂർണ്ണമായും SITക്ക് ഇതിനെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിലൊരു വലിയ ഘടകം. പൂർണ്ണമായും സ്വർണം കണ്ടെത്താൻ സാധിക്കുമെന്നതിൽ SITക്ക് പൂർണ്ണമായും ഉറപ്പില്ല. പക്ഷേ നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഗോവർദ്ധന്റെ ഇടപാടുകൾ. അത്തരത്തിലുള്ള ലഭിച്ചിരിക്കുന്ന തെളിവുകൾ നിർണായകമാണ്. ഈ കേസ് ഉണ്ടായ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും ബാംഗ്ലൂരിലും എത്തി സ്പോൺസർമാരെ കണ്ടു പറഞ്ഞത് തനിക്കെതിരായിട്ടൊന്നും ആരോടും പറയരുത് എന്നുള്ളതാണ്. അതും കൃത്യമായ തെളിവുകളോടെ ഈ SITക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ കേസ് ഉണ്ടായപ്പോൾ പോലും കൂടുതൽ പണം ശബരിമലയുടെ പേരിൽ ചോദിക്കാൻ പോലും തയ്യാറായ അത്രയ്ക്ക് അത്യാഗ്രഹിയായ ഒരു മനുഷ്യനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് SITക്ക് മുന്നിൽ കൊടുത്ത തെളിവുകളിൽ നിന്ന് ഗോവർദ്ധൻ സമർത്ഥിക്കുന്നത്. ഏതായാലും ഈ തെളിവുകൾ തന്നെയാണ് ഗോവർദ്ധനെ ഒരുപക്ഷെ ഈ കേസിലെ മുഖ്യ മാപ്പുസാക്ഷിയാക്കി മാറ്റുന്നതിന് പോലും SIT ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.